Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ക്ഷമിക്കണം, ഇന്നലെ ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ നമ്മൾ ഡേ ബിഫോർ യെസ്റ്റർഡേയിൽ നമ്മൾ വീഡിയോനകത്ത് ടൈറ്റിൽ കൊടുത്തിരുന്നത് വിൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് സൂൺ. ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്ട്രോങ് കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് ഫൈനലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുകയും അതിനുശേഷം ഒരു ക്ലീൻ ട്രെൻഡിങ് മൂവ് കുറേ നാൾ ശേഷം വന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഇതൊരു കൺസോൾട്ടേഷൻ ശേഷമുള്ള ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ട് നോർമലി ഇതൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദെൻ വി എക്സ്പെക്റ്റഡ് ദിസ്, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ തൊട്ട് മാർക്കറ്റ് ഒരു സ്ലൈറ്റ്ലി ബുള്ളിഷ് സോണിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതിനി ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈയും അതിനുശേഷം ഫ്രഷ് ഓൾ ടൈം ഹൈവിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് ഇതിനകത്ത് കാണുന്നത്. ഈ ക്യാൻഡിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് മരബോസമാണ്. അതിനകത്ത് ഒരു സൈൻസോ ബെയറിഷ്നെസ്സോ ഇല്ല. സോ പ്ലീസ് ഡു നോട്ട് ഷോർട്ട് ദിസ് മാർക്കറ്റ് തിങ്കിങ് ദാറ്റ് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇനി മാർക്കറ്റ് താഴോട്ട് വരുമെന്ന്. മേ ബി ഐദർ ഇന്നത്തെ ദിവസം ഒരു ഡോജി ക്യാൻഡിൽ, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ക്യാൻഡിലും ഇന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ ഒരു രീതിയിലും ഇന്ന് മാർക്കറ്റിലൊരു അൺലെസ് ആൻഡ് അൺടിൽ നമുക്ക് നാളെ ഈ ഒരു ക്യാൻഡിലെ നെഗേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബെയറിഷ് എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ മുകളിൽ പോയിട്ട് ഒരു ഷൂട്ടിംഗ് സ്റ്റാറോ ഒന്നും കാണാത്ത പക്ഷം നമുക്ക് ഇനിയൊരു ഷോർട്ട് ട്രേഡ് എന്നുള്ള പോസിബിലിറ്റി തൽക്കാലം ഇല്ല. സോ അത് മനസ്സിൽ വെച്ചോളൂ. സോ നിഫ്റ്റിയുടെ ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം 5 മിനിറ്റ്സിൽ. സോ ഇന്നലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ശേഷം ഡെയിലി എക്സ്പയറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലത്തെ ഒരു ദിവസമാണ് കുറേ നാൾ ശേഷം എക്സ്പയറി ഇല്ലാതിരുന്നത്. നോർമലി വെനസ്ഡേയ്സ് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. പക്ഷേ എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ വെനസ്ഡേ എന്ന് പറയുന്നത് നോർമലി നോൺ എക്സ്പയറി ഡേ ആയിട്ട് ആ എക്സ്പയറി ബാങ്ക് നിഫ്റ്റിയുടെ നോർമലി മന്ത്ലി എക്സ്പയറിയുടെ തന്നെയാണ് ആവുന്നത്. സോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. സോ ഇതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങൾക്ക് കാണാം, ഒരു 100 പോയിന്റ്സ് അപ്പ് ആണ്, അറൗണ്ട് 20,200 ആണ് ഓൾ ടൈം ഹൈ. അവിടെ തന്നെ ആയിരിക്കണം ഇന്നത്തെ ഒരു റേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം. ഈ ഒരു റേഞ്ച് തൊട്ട് ഈ ഒരു റേഞ്ച് വരെ ആയിരിക്കും. മേ ബി ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു മൂവിൻ്റെ കണ്ടിന്യൂഷനോ അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റോ ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, കുറേ ദിവസമായിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ ശേഷമുള്ള ബ്രേക്ക് ഔട്ടാണ്. എനിക്കിത് കാണാം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു 7-8 ഡേയ്സ് ആയിട്ട് ഈ ഒരു ടൈറ്റ് റേഞ്ച് കൺസോൾട്ടേറ്റ് ചെയ്തതിനു ശേഷം ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ആയിരിക്കണം. ബട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു സ്വിങ്ങിൽ ഒരു സ്ലൈറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഇത് മൾട്ടിപ്പിൾ ടൈംസ് ടെസ്റ്റഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. സോ ഇൻ കേസ് ഇത് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് പിന്നെയും ഒരു നല്ല അപ്സൈഡ് മൊമെൻറ്റം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ട്രെൻഡിങ് പ്ലേസിന് വേണ്ടി നോക്കുവാണെങ്കിൽ നിഫ്റ്റിനെക്കാട്ടിലും പോസിബിലിറ്റി കൂടുതൽ ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും. സോ ഒരു ഡയറക്ഷണൽ ഓപ്ഷൻ സെല്ലറോ അല്ലെങ്കിൽ ഡയറക്ഷണൽ ഓപ്ഷൻ ബയറോ ആണെങ്കിൽ പോലും കറണ്ട് സെറ്റപ്പിൽ ബാങ്ക് നിഫ്റ്റിക്ക് ആയിരിക്കും കുറച്ചും കൂടെ പോസിബിലിറ്റി. കാരണം ഇതൊരു പ്രീവിയസ് റെസിസ്റ്റൻസ് പോയിന്റിൻ്റെ അവിടെ കാര്യമായ റിജക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇൻ കേസ് ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഹയർ ലെവൽസിലേക്ക്, അതായത് 45,000 വരെ എങ്കിലും നമുക്കൊരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ മുകളിലോട്ട് പോയി ഈ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്ത് നടുക്ക് വന്നൊരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ടും ക്ലോസ് ചെയ്യാം. ഇന്നും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരുമിച്ചുള്ള മന്ത്ലി എക്സ്പയറി ആണ്. മന്ത്ലി എക്സ്പയറി നോർമലി യൂഷ്വലി വോളറ്റൈൽ ആണ്. ലോട്ട് ഓഫ് ഈ പറഞ്ഞതുപോലെ റോൾ ഓവേഴ്സ് ഒക്കെ നടക്കുന്ന ഒരു ദിവസം കൂടെയാണ്. സോ മേ ബി 2 o'clock ശേഷം ഒരല്പം വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യാം. സോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം 44,500-600 റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഈ ഒരു സ്വിങ് ക്രിട്ടിക്കലാണ്. ഇതിൻ്റെ താഴോട്ട് പോകാനായിട്ടുള്ള സാധ്യത കറൻ്റ്ലി നമുക്ക് കാണാനില്ല. സോ ഓൾറെഡി ട്രെൻഡിങ് ഡേ ആയതുകൊണ്ട് മാർക്കറ്റ് മേ ബി മുകളിലോട്ട് പോയിട്ട് ഒരു പുൾ ബാക്ക് വന്ന് പിന്നെ ഇത് ഹൈ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 45,000 ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇനി ഫൈനൽ നമുക്ക് FIDA ഡേറ്റ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് മൊമെൻറ്റം, അതായത് കോൾസിൽ നോക്കിക്കഴിഞ്ഞാലും പുട്സിലാണെങ്കിലും ഇൻട്രാഡേ ആയാലും അതുപോലെ തന്നെ സ്റ്റോക്സിലും പോസിറ്റീവാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെഫിനറ്റ്ലി ബൈയിങ്, ഫ്യൂച്ചേഴ്സിൽ ലോങ് ആണ്. ബാങ്ക് നിഫ്റ്റി സ്ലൈറ്റ് ചെയ്ത് നോക്കുക തന്നെ വേണ്ട, നെഗ്ലിജിബിൾ ആണ് ഫിഗർ. ബട്ട് ഈ ഒരു ലെവൽ ഓഫ് ഷോർട്ട് കവറിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് താഴോട്ട് 143 കറൻ്റ്ലി 115 നെഗറ്റീവ് നിൽക്കുമ്പം ഇതിനകത്ത് ഒരു രീതിയിലുള്ള നെഗറ്റീവ് സൈൻസും ഈ ഡേറ്റ പ്രകാരം കാണാനില്ല.
സോ യാ ദാറ്റ്സ് ഓൾ. ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്, വോളറ്റൈൽ ആയിരിക്കും. നിങ്ങൾ വളരെ കെയർഫുള്ളി ട്രേഡ് ചെയ്യുക. ഒരു രീതിയിലും ഇപ്പോൾ ഷോർട്ട് ചെയ്യാനായിട്ട് നോക്കണ്ട, because market looks very bullish. Yeah. So thank you. Have a good day.